LDF കൺവീനർ BJP നേതാവ് ജാവേദ് അക്തറുമായി ചർച്ച നടത്തുന്നവർ സ്ഥിരീകരിക്കുന്നുണ്ട്. LDF കൺവീനർ ചർച്ച നടത്തി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് UDFിൻ്റെ ആരോപണം എന്ന് പറയുന്നത് BJPയിലേക്ക് വേണ്ടിയുള്ള ചർച്ചയാണെന്നാണ്. ഒരു ഇടനിലക്കാരൻ അത് സ്ഥിരീകരിക്കുന്നതായിട്ട് വരുന്നുണ്ട്. ഈ ആരോപണം എങ്ങനെയാണ് കാണുന്നത്? ആ ചർച്ചയെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, നമ്മുടെ പൊതുജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് കളങ്കിത വ്യക്തിത്വങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യങ്ങളെ ആദർശങ്ങളെ ഒട്ടുമറിയാത്തവർ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. അത് കുറേ കാലമായി. പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും കമ്പോളത്തിൻ്റെയും താല്പര്യങ്ങൾ എല്ലാ സാമൂഹിക ബന്ധങ്ങളെയും ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രവണതക്കാർക്ക് ശക്തി ഉണ്ടായത്. പല പാർട്ടികളിലും അവർ സുഹൃത്തുക്കളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പലയിടത്തും അവർ ബന്ധങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേപ്പറ്റി ജാഗ്രത പാലിക്കണം. ആ ജാഗ്രത ഏറെ പാലിക്കേണ്ടവർ ഇടതുപക്ഷക്കാരാണ്. ഇടതുപക്ഷം വ്യത്യസ്തമായ പക്ഷമായിരിക്കണം. ആ പക്ഷം വലതുപക്ഷമാകാൻ പാടില്ല. വലതുപക്ഷം കമ്പോളത്തിൻ്റെയും കളങ്കത്തിൻ്റെയും നെറികേടിൻ്റെയും പക്ഷമാണെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യപക്ഷമാണ്, നേരിൻ്റെ പക്ഷമാണ് ഇടതുപക്ഷമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലതുപക്ഷക്കാർക്ക് സ്വീകാര്യമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും, എല്ലാ സൗഹൃദങ്ങളും, എല്ലാ കെട്ടുപാടുകളും ഇടതുപക്ഷക്കാർക്ക് പക്ഷപാകാൻ പാടില്ല. ഇടതുപക്ഷക്കാർ അതിൽ നിന്ന് ബോധപൂർവം അകൽച്ച പാലിക്കാൻ കടപ്പെട്ടവരാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷം ക്രമേണ അതിൻ്റെ എല്ലാ മൂല്യങ്ങളും ചോർന്നു പോയ ഒരു തോടായി മാറും. അതുണ്ടാകാൻ പാടില്ല. ഇല്ല, അത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ സഹപ്രവർത്തകനോട് അദ്ദേഹം പറയേണ്ട കാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകൾ ഇത്തരം ബന്ധങ്ങളിൽ പെടുമ്പോൾ സൂക്ഷ്മത പുലർത്തണമെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, പൊതുവിൽ ഈ സമൂഹത്തിൽ പണത്തിൻ്റെ, പ്രതാപത്തിൻ്റെ, കമ്പോള താല്പര്യങ്ങളുടെ, നെറികേടിൻ്റെ എല്ലാം ശക്തികൾ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് സ്വാഭാവിക ബന്ധുക്കളാണ് വലതുപക്ഷം. പക്ഷേ ഇടതുപക്ഷം അങ്ങനെ ആകാൻ പാടില്ല. ഇടതുപക്ഷം വ്യത്യസ്തമായ പക്ഷമായിരിക്കണം. ആ പക്ഷമാകാൻ ഇടതുപക്ഷം ഇന്നത്തെ സാഹചര്യങ്ങളിൽ ജാഗ്രത ഏറെ പാലിക്കണം. ആ ജാഗ്രത പാലിക്കാത്ത പക്ഷം ഇത്തരം ദല്ലാൾമാരും അവരുടെ കളങ്കിത ലക്ഷ്യങ്ങളും അവരുടെ താല്പര്യങ്ങളും എല്ലാം പതുക്കെ വ്യക്തികളെയും അതുപോലെ തന്നെ വ്യക്തികളെ ചുറ്റും നിൽക്കുന്നവരെയും പിന്നെ അവരുടെ ആശയങ്ങളെയും എല്ലാം സ്വാധീനിക്കാനും കളങ്കപ്പെടുത്താനും സാധ്യതയേറെയാണ്. അതുകൊണ്ട് ജാഗ്രത വേണമെന്നാണ് ഇതിൻ്റെ പാഠം. ഇപിയുടെ ഇന്നത്തെ വിശദീകരണം തൃപ്തികരമാണോ? ഞാൻ കേട്ടില്ല, പക്ഷേ അത് ഒഴിവാക്കേണ്ട ഒന്നായിരുന്നു. ആ കൂടിക്കാഴ്ചയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒഴിവാക്കേണ്ട ഒന്നായിരുന്നു. തിരിച്ചടിയാകുമോ ഇന്നത്തെ ദിവസം? ഇല്ല. വി ആർ 100% ഓപ്റ്റിമിസ്റ്റിക്. 100%. പിന്നെ ഇത്തരമൊരു പ്രത്യേകിച്ച് ഒരു മുതിർന്ന നേതാവാണ്. പക്ഷേ ആ ഒരു മുതിർന്ന നേതാവ് ഇങ്ങനൊരു കൂടിക്കാഴ്ചയ്ക്ക് പോകുമ്പോൾ അത് അണികൾക്ക് കൊടുക്കുന്നൊരു തെറ്റായ സന്ദേശം. ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉള്ളടക്കത്തിൽ പ്രധാനമാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം. ആ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എപ്പോഴും പറയുന്നുണ്ട്. ആ മൂല്യബോധങ്ങളെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അണികളെ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അണികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന അത്തരം മൂല്യങ്ങളെപ്പറ്റി അത് പാലിക്കാനും പ്രാവർത്തികമാക്കാനും അതിൻ്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കാനും ആരേക്കാളും കടമയുണ്ട് നേതാക്കന്മാർക്ക്. അദ്ദേഹത്തെ പറ്റി എനിക്കൊന്നും പറയാനില്ല. പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളുകളികളൊക്കെ എല്ലാവർക്കും അറിയാം. അവരിപ്പോൾ ആരെയും ചൂണ്ടി ആരുടെയെങ്കിലും മേൽ പഴിചാരി മാലാഖയാകാൻ ശ്രമിച്ചാൽ ആ മാലാഖയുടെ ഉള്ളടക്കത്തെപ്പറ്റി എല്ലാവർക്കും അറിയാം. എനിക്കറിയില്ല. എൻ്റെ ഒരു ഗുണമോ ദോഷമോ അറിയാൻ വയ്യാത്ത കാര്യം ഞാൻ പറയാറില്ല. എനിക്കറിയാൻ വയ്യ. എനിക്കറിയില്ല.
പൊതുവേ ഈ വർഗീയതയ്ക്കെതിരായി പോരാടുന്നത് ഇടതുപക്ഷമാണ് എന്നൊരു ഇതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു നേതാവ് തന്നെ വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടാൻ ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയും. അല്ല, ഇടതുപക്ഷത്തിന് വർഗീയവാദികളുമായി, വർഗീയ ശക്തികളുമായി, വർഗീയ പാർട്ടികളുമായി രാഷ്ട്രീയമായി ഒരു ബന്ധവുമില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ഏതെങ്കിലും വ്യക്തികൾക്ക് പാളിച്ച പറ്റിയാൽ ആ പാളിച്ച വ്യക്തികളുടെ പാളിച്ചയാണ്, പ്രസ്ഥാനത്തിൻ്റെ പാളിച്ചയല്ല. LDF കൺവീനറാണ്, അപ്പോൾ ആ സ്ഥാനത്ത് അദ്ദേഹത്തിൽ തുടരുന്നതിൽ ഇനി ഒരു അതൊന്നും ഇപ്പം ഉത്തരം പറയേണ്ട ചോദ്യങ്ങളല്ല. ഇപ്പം ഒരു ധാർമ്മികമായൊരു ബാധ്യത ഉണ്ടല്ലോ, അതെനിക്കറിയില്ല. മൂല്യബോധം എന്ന് പറഞ്ഞപ്പോഴേ വോട്ടെടുപ്പിൻ്റെ ദിവസം തന്നെയാണ് EP അത് സ്ഥിരീകരിക്കുന്നത്, വന്നിരുന്നു, ഫ്ലാറ്റിൽ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? കാരണം വോട്ടർമാർ ബൂത്തിലേക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രതികരണം മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, എനിക്കറിയാവുന്ന കാര്യം, ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. പിന്നെ ഞാൻ ഉത്തരവുള്ളതായിട്ട് ഭാവിക്കുകയില്ല. ഇനി ഞാൻ പറഞ്ഞ ഗുണമോ ദോഷമോ അതാണ്. ഗുണമാണെങ്കിൽ ഗുണമാണ്. ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ പിന്നെ ശ്രദ്ധിച്ചു. ഞാൻ രാവിലെ എത്താൻ വൈകി, അതുകൊണ്ട് പുറപ്പെടാൻ വൈകി, വോട്ട് ചെയ്യാനുള്ള ബന്ധപ്പെടലായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്കും പ്രതികരിക്കാൻ ഉണ്ടതിനകത്ത് പ്രതികരിച്ചു. അതിനപ്പുറത്ത് ഞാൻ വീണ്ടും പറയുന്നു, ഞാനത് ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. ആ രീതിക്ക് അറിയാമയത്തൊക്കെ പറയാം.